വളരെ പൊക്കം കൂടിയ ഒരു പർവ്വതം. അതിൻ്റെ മുകളിൽ നിന്നും ഒരു യുവാവ് കാൽ വഴുതി താഴേക്ക് വീണു. പക്ഷെ ഭാഗ്യത്തിന് അയാൾ മരിച്ചില്ല. എന്നാൽ വളരെ വിചിത്രമായ ഒരു കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത്. ആ താഴ്വരയിലെ ഗ്രാമത്തിലുള്ള മനുഷ്യർക്കാർക്കും കാഴ്ചശക്തിയില്ല. എല്ലാവരും അന്ധരാണ്. ഇംഗ്ലീഷ് എഴുത്തുകാരനായിരുന്ന H.G. വെൽസിൻ്റെ ദ കൺട്രി ഓഫ് ദി ബ്ലൈൻഡ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ പ്ലോട്ട് ഇങ്ങനെയാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്തെ രാജീവ് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി താൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഈ കഥ വായിക്കുന്നത്. ആ സ്റ്റോറി അയാൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അയാൾ മലയാള സിനിമയിൽ ആർട്ട് ഡയറക്ടറായി വന്നു. പിന്നീട് സിനിമാ സംവിധായകനായി മാറിയ ആ ആളാണ് രാജീവ് അഞ്ചൽ. തന്നെ പണ്ട് അത്ഭുതപ്പെടുത്തിയ, മനസ്സിൽ മായാതെ കിടന്ന ആ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഗുരു. കാഴ്ചശക്തിയില്ലാത്ത മനുഷ്യരുള്ള ഒരു ഗ്രാമത്തിൽ കണ്ണു കാണുന്ന ഒരാൾ എത്തിപ്പെടുന്നത് തന്നെയാണ് ഈ സിനിമയിലെയും കഥ. പക്ഷേ പിന്നീട് അങ്ങോട്ട് കഥയിൽ വ്യത്യാസമുണ്ട്. ആ ഗ്രാമത്തിലെ മരത്തിൽ വളരുന്ന ഇലാമപ്പഴം കഴിക്കുന്നതാണ് അവരുടെ അന്ധതയ്ക്ക് കാരണമെന്നും അതിൻ്റെ കുരു ഇടിച്ചു പിഴിഞ്ഞ് കുടിച്ചാൽ കാഴ്ചശക്തി തിരികെ കിട്ടുമെന്നും നായകനായ രഘുരാമൻ മനസ്സിലാക്കുന്നു. മതാന്ധത ബാധിച്ച ആരാധനാദോഷങ്ങളെ ഇലാമപ്പഴങ്ങളായും ഉൾക്കാഴ്ച തരുന്ന വെളിച്ചം ആ പഴത്തിൻ്റെ തന്നെ ഉള്ളിൽ കുരുവായിട്ട് തന്നെ ഉണ്ടെന്നുമൊക്കെ സിംബോളിക്കായിട്ട് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നു. ഷോർട്ട് സ്റ്റോറിയിൽ അവസാനം ആ യുവാവ് ആ ഗ്രാമത്തെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നതായിട്ടാണ് അവസാനിക്കുന്നത്. പക്ഷെ സിനിമയിൽ ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം രഘുരാമൻ ഇലാമപ്പഴത്തിൻ്റെ കുരു ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുത്ത് അവർക്കെല്ലാം കാഴ്ച കിട്ടുന്നിടത്ത് വെച്ച് സിനിമ അവസാനിക്കുന്നു. കണ്ടിരിക്കാൻ തക്കവണ്ണം നല്ലൊരു കഥയും ഒരുപിടി നല്ല ഗാനങ്ങളും ഉള്ള സിനിമയാണ് ഗുരു.